നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കുറച്ചു ദൂരം നടന്നു പോവുകയാണ്. ചുറ്റും എവിടെ നോക്കിയാലും എല്ലായിടത്തും മാനുകൾ മാത്രം. ചെറുതും വലുതും കൊമ്പുള്ളതും കുഞ്ഞു മാനുകളും ചേർന്ന് ലക്ഷക്കണക്കിന് വെറും മാനുകൾ മാത്രം. ഇത് ഒരു കാടല്ല, ഒരു വമ്പൻ ഫാമാണ്. പക്ഷേ ഇതിൽ അതിശയകരം എന്താണെന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ന് മാനുകളെ വളർത്തുന്ന ഫാമുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ വിദേശികൾ വിവിധ ഇനങ്ങളിലുള്ള മാനുകളെ വളർത്തുന്നു. ആദ്യം തന്നെ ഒരു ചോദ്യം നിങ്ങളിൽ ഇപ്പോൾ ഉദിച്ചിട്ടുണ്ടാകും. പശു, ആട്, കോഴി എന്നിവയൊക്കെ ഒഴിവാക്കി എന്തിനാണ് മാനുകളെ വളർത്തുന്നതെന്ന്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. മാനിന്റെ വലിയ വില തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം. മാൻ എന്ന ജീവിയുടെ ഓരോ ഭാഗത്തിനു പോലും ഇന്ന് വലിയ രീതിയിൽ വിലയുണ്ട്. ഉദാഹരണത്തിന് മാനിന്റെ കൊമ്പ് തന്നെ എടുക്കാം. ഇതിനെ ജീവന്ത സ്വർണം എന്നാണ് വിളിക്കുന്നത്. ചൈന, കൊറിയ, ജപ്പാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഈ കൊമ്പ് ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്നു. ഒരു കൊമ്പിന് തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. ഇനി ഇതിന്റെ കൊമ്പ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, മാനിന്റെ ഇറച്ചിക്കും വളരെ ഡിമാൻഡും വളരെ വിലയുള്ളതുമാണ്. ഇതിന്റെ ഇറച്ചിയെ വിളിക്കുന്നത് വെനിസൺ എന്ന പേരിലാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഇറച്ചികളിൽ ഒന്നാണിത്. സാധാരണ പശുവിന്റെ ഇറച്ചിയേക്കാൾ ആരോഗ്യമുള്ളതും കൊഴുപ്പ് വളരെ കുറഞ്ഞതുമാണ് മാനിറച്ചി. അതുകൊണ്ടൊക്കെ തന്നെ ലോകത്തിലെ നിരവധി കോടീശ്വരന്മാർ ഈ ഇറച്ചിക്കായി വലിയ തുക ചിലവഴിക്കുന്നു. അടുത്തതായി അതിന്റെ പുറത്ത് കാണുന്ന തോല്, വാല്, എന്തിനേറെ പറയുന്നു അതിന്റെ രക്തത്തിന് വരെ ഹാർബൺ മരുന്നുകൾ, കോസ്മെറ്റിക്സ്, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു മാന് തന്നെ നടക്കുന്ന പണമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, കാട്ടിൽ നിന്ന് മാൻ വേട്ടയാടുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള കാര്യമല്ലേ എന്ന്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും വലിയ രീതിയിൽ തന്നെ മാൻ ഫാമുകൾ നിർമ്മിക്കുന്നത്. ന്യൂസിലാൻഡ്, ചൈന, ദക്ഷിണ കൊറിയ, റഷ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ മാൻ വളർത്തൽ ഇന്ന് $1 മില്യൺ ഇൻഡസ്ട്രിയാണ്. ചൈനയിലുള്ള ചില പ്രവിശ്യകളിൽ മാത്രം ഒരു ഫാമിൽ തന്നെ 5000 മുതൽ 1,00,000 വരെ മാനുകൾ വളരുന്നുണ്ട്. സാധാരണയായി മലനിരകളിലോ ഗ്രാമപ്രദേശങ്ങളിലോ വലിയ വിസ്തൃതിയിൽ ഇത്തരം ഫാമുകൾ നിർമ്മിക്കപ്പെടുന്നു. ഫാമുകളിൽ തന്നെ ചെറിയ ഗ്രിഡുകളാക്കി വിഭജിച്ച് പ്രായം, ലിംഗം, ഇനം എന്നിവ അനുസരിച്ച് മാനുകളെ വേറെ വേറെ തിരിച്ചാണ് വളർത്തിയെടുക്കുന്നത്. പല ഫാമുകളിലും ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. CCTV ക്യാമറ, മൈക്രോചിപ്പ്, ഓട്ടോമാറ്റിക് ഭക്ഷണ സംവിധാനങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കാണാം. ചില സ്ഥലങ്ങളിൽ മാനുകളുടെ ശരീരത്തിൽ സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ അവ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ഭക്ഷിക്കുന്നത്, ആർക്കൊക്കെയാണ് രോഗങ്ങൾ ഉള്ളത് എന്നൊക്കെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിരീക്ഷിക്കാൻ സാധിക്കും. ഓരോ പുതിയ ജനറേഷൻ മാനുകളെ ജനിപ്പിക്കാനായിട്ട് പ്രത്യേക ബ്രീഡിംഗ് സോണുകളും ഇവിടെ ഉണ്ട്. അവിടെ ആരോഗ്യമുള്ള ശുദ്ധ ഇനത്തിനുള്ള മാനുകളെ ഉപയോഗിച്ച് പുതിയ തലമുറയെ വളർത്തുന്നു. മാനുകൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം, പുല്ല്, പച്ചക്കറികൾ, വിറ്റാമിൻ സപ്ലിമെന്റുകൾ എന്നിവയെല്ലാം ഭക്ഷണത്തിന്റെ കൂടെ നൽകുന്നു. ഇത് കൂടാതെ ഈ പറഞ്ഞ ഫാമുകളിൽ സ്ഥിരമായി ഹെൽത്ത് ചെക്കപ്പ് നടത്താനായിട്ട് വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു പ്രത്യേക ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും കൗതുകകരമായ ഒരു ഭാഗം എന്താണെന്നാൽ മാനുകളുടെ കൊമ്പ് ശേഖരിക്കുന്ന പ്രക്രിയയാണ്. മാനിന്റെ കൊമ്പ് ഓരോ വർഷവും കൊഴിഞ്ഞു വീണ് വീണ്ടും അത് വളരും. ആ സമയത്താണ് കൊമ്പുകൾ ശേഖരിക്കുന്നത്. ഇത്തരമൊരു പ്രക്രിയ മാനുകളെ സംബന്ധിച്ച് വലിയ ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നീട് ഈ കൊമ്പുകൾ പ്രോസസ് ചെയ്ത് മരുന്ന് കമ്പനികൾക്കായി കയറ്റുമതി ചെയ്യുന്നു. ഓരോ വർഷത്തിലും ഇത്തരം ഫാമുകൾ ലക്ഷക്കണക്കിന് മാൻകൊമ്പുകളാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇതൊന്നും കൂടാതെ ഇന്ന് പല ഫാമുകളും ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. സന്ദർശകർക്ക് മാനുകളെ ഭക്ഷണം കൊടുക്കാനും ഫോട്ടോ എടുക്കാനും അതുപോലെ മുഴുവൻ ഫാം സന്ദർശിക്കാനും ഇന്ന് സാധിക്കും. ഇതിലൂടെ മറ്റൊരു അധിക വരുമാനമാണ് ഫാമിന്റെ ഉടമകൾക്ക് ലഭിക്കുന്നത്. മാനുകളെ വളർത്തുന്നത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇത്തരം ഫാമുകൾ കർശന നിയമങ്ങൾക്ക് കീഴിലാണ് ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. സർക്കാർ നിരീക്ഷണം, മൃഗാവകാശ നിയമങ്ങൾ, പരിസ്ഥിതി അനുമതികൾ, മൃഗക്ഷേമ പരിശോധനകൾ എല്ലാം നിർബന്ധമാണ് ഇത്തരമൊരു ഫാം നടത്തി കൊണ്ടുപോകാനായിട്ട്. ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ലൈസൻസ് ഇല്ലാതെ പോലും ഇത്തരം മാനുകളെ വളർത്താൻ സാധിക്കില്ല. മാൻ വളർത്തൽ എന്ന ഈ വലിയ വ്യവസായം കൗതുകമാണെങ്കിലും അത്രയും വെല്ലുവിളികളും അത് നിറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ വെല്ലുവിളികളും ഇതിൽ നിറഞ്ഞതാണ്. ദിവസേന ആയിരക്കണക്കിന് മാനുകളുടെ ഭക്ഷണം, ചികിത്സ, അവയുടെ സുരക്ഷ, കയറ്റുമതി എന്നിവക്കായി കൈകാര്യം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന്റെ ലാഭം ലക്ഷങ്ങളല്ല, മറിച്ച് കോടികളുടെ കളിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ ഇന്ന് പശുവിനെയും ആടിനെയും വളർത്തുന്ന പോലെ മാൻ വളർത്തലിലും ഒരു പുതിയ കാർഷിക വിപ്ലവത്തിന്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയി കാണാം.